Baby, now and then I think about me now and who I could have been. And then I picture all the perfect that we lived, till I cut the strings on your tiny violin. My mind's got my mind of its own right now, and it makes me hate me. I'll explode like a dynamite if I can't decide, baby. My head and my heart are torturing me, yeah. Lost my mind in your arms, I go to extremes, yeah. When angels tell me run, and monsters call it love. My head and my heart are caught in between, yeah. La 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 la, la 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 la. Should I stay or should I go? You held my hand when I had nothing left to hold, and now I'm on a roll. എല്ലാ മാരേജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു പാർട്ട്ണറുമായിട്ടൊക്കെ കടക്കുമ്പോൾ നമ്മളെല്ലാ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്താ പറയുക, ചേച്ചീനെ ശരിക്കും മിസ് ചെയ്യും. കാരണം പുതിയൊരു ഫാമിലിയിലേക്ക് പോവുകയാണ്. ഒരുപാട് ഞങ്ങൾ തമ്മിലുള്ള മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ചേച്ചി എവിടെ നിന്നാലും അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. ഇപ്പോൾ പേപ്പനായാലും മേമയായാലും എല്ലാവരും പറയും, കാരണം എവിടെ ഉണ്ടോ ചേച്ചി അവിടെ ഭയങ്കര ഒരു തൃശ്ശൂർ പൂരം കണക്ക് ഫീലാണ്. കാരണം എപ്പോഴും ടോക്കറ്റീവായിട്ടുള്ള ആളാണ്, ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ടോക്കറ്റീവായിട്ടുള്ള ആൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു ഫീലായിരിക്കും. കാരണം ഭയങ്കര ശാന്തത കിട്ടും. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയൊരു വിഷമമുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ പറയുക, ആളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. പുതിയൊരു ആളും നമ്മുടെ ഫാമിലിയിലേക്ക് ചേരുകയാണ്, നമ്മുടെ ഫെസ്റ്റിൻ, നമ്മുടെ പുതിയ അലിയൻ. അപ്പോൾ നമ്മുടെ ഫാമിലി കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയിട്ട് വരികയാണ്. രണ്ടുപേർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. My mind of its own right now, and it makes me hate me. I'll explode like a dynamite if I can't decide, baby. My head and my heart are torturing me, yeah. Lost my mind in your arms, I go to extremes, yeah. When angels tell me run, and monsters call it love. My head and my heart are caught in between, yeah. La 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 la, la 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 la. Crossroads, I cross my heart with X and O's. Which way leads to forever? പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാന പ്രത്യാശ എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിച്ചവരോടെയെല്ലാം അധിപനാക്കിയ മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നോട് ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയെ ഹവായി സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഫെസ്റ്റിനെയും അനുവിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ചു മിശിഹായെ ഇവരെ അംഗീകരണങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തെ കാവൽക്കാരനായ മറിയോസേബെ, ദൈവമാതാവായ പരിശുദ്ധനികാറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവര് വിശുദ്ധരും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം
1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞും തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീണായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അവരോട് അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേലത്തരം വീണ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാണാൻ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനോട് വിശ്വസിച്ചു. To the heart, I never kissed a mouth that tastes like yours. Strawberries and something more. Ooh yeah, I want it all. Lipstick on my guitar. Fill up the engine, we can drive real far. Go dancing underneath the stars. Ooh yeah, I want it all. Got me feeling like I wanna be that guy. I wanna kiss your eyes. I wanna drink that smile. I wanna feel like like my soul's on fire. I wanna stay up all day and all night. Yeah, you got me singing like, ooh, I love it when you do it like that. And when you're close up, give me the shivers. Oh baby, you wanna dance till the sunlight cracks. And when they say the party's over, then we'll bring it right back. And we'll say, ooh, I love it when you do it like that. And when you're close up, give me the shivers. Oh baby, you wanna dance till the sunlight cracks. And when they say the party's over, then we'll bring it right back. Into the car, on the backseat in the moonlit dark. Wrap me up between your legs and arms. Ooh, I can get enough. You know you could tear me apart, put me back together and take my
സമർപ്പിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നറിവ് ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചിരുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ക്രിസ്റ്റിനെയും മണ്ണിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണത്തിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച വിശുദ്ധായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായി മാറിയ യോസേപ്പെ, ദൈവമാതായ വിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധനെ, കാവൽ മാലാഖന്മാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. പൂവനം ചിരി തൂകി നിൽക്കവേ കൈക്കുറുന്നായി നിന്നെ ഇളവേറ്റിടാം. വെൺമതിയേ ഉയിരിന്റെ കൂട്ടിലെ നനവാർന്ന തന്ത്രിയിൽ മധുരാഗം നീ തൊട്ടുണർത്തിയോ. പ്രണയാർദ്രം ഇനി നമ്മൾ നിറസന്ധ്യയായി. വെൺമതിയേ മുകിലഴകേ അരികിൽ ഞാൻ ഈണമാകാം.
ഇടവകയിലേക്ക് പുതിയ അംഗമായിട്ട് കടന്നു വരുന്ന അനുമോളത്തെ സ്വാഗതം ചെയ്യുന്നു. ബന്ധുമിത്രാദികളായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത്യന്തം ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരുക. ഇടയ്ക്ക് ഇറങ്ങി പോകാനുള്ള ഇപ്പം തന്നെ പോവുക. ഇടയ്ക്ക് ഈ കല്യാണത്തിന്റെ സമയമുണ്ടല്ലോ, അതായത് ഒന്നും ഇറങ്ങി പോകുന്നു, അത് ചെയ്യാതിരിക്കുക. നിങ്ങളെ ഇവരെ വിളിച്ചു കൂട്ടിയത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവരോടൊപ്പമായിരിക്കാനുമാണ്. ഈ ദേവാലയത്തിലായിരുന്നു ഈ 1.5 മണിക്കൂർ നേരം ഇവരോടൊപ്പമായിരിക്കാനായിട്ട് പരിശ്രമിക്കുക. മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിൽ ഇടുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യുക. ബാക്കി ഫോട്ടോസെല്ലാം മണ്ഡപത്തിൽ പോയി എടുക്കുക. പിന്നെ കാഴ്ചവെപ്പ് കഴിയുമ്പോൾ വാനിയുടെ കാഴ്ചവെപ്പ് കഴിയുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം.
അവരെല്ലാം സകലത്തിനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ നിറഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ശൈത്യ മുളകൾ പോലെയായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സഭയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളത്, എന്നാൽ തുടർച്ചത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന്റെ മാർഗം നടക്കുകയില്ല എന്ന് അറിയിച്ചത് വിഷയം നമുക്ക് മാർഗദീപികമായിരിക്കട്ടെ. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സുപ്രീതനായ വിശുദ്ധനും പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൂല്യങ്ങളായ തെന്നിയുള്ളിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ എല്ലാം നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുഷ്ഠലഗ്നമൊഴിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അറിയിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രാഹത്തെ നാദ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിട്ടുണ്ടല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകുന്നു. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ കളിക്കുന്ന പാത്രമാണെങ്കിലും ജീവദായകമായ കൃതിക്ക് തുല്യ അവകാശമുള്ളവരുടെ അവളുടെ പെരുമാറ്റം കാണിക്കുമെന്നും ബഹുമാനം കാണിക്കുമെന്നും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.
നിർവിവാഹിതരായ ഫെസ്റ്റിൻ അനുമോൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ പ്രത്യേകിച്ച് ഇന്ന് വിവാഹം ആസ്വദിക്കുന്ന തോമസ് പിതാവിൻ്റെ പേരിൽ, ഇവിടുത്തെ വികാരിയസിൻ്റെ പേരിൽ, എൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇന്നേ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുക. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ആദ്യ മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി ആ മനുഷ്യരൂപത്തിന് ഛേദശ്വാസം കൊടുത്തുകൊണ്ട് ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഈ ആദ്യ മനുഷ്യൻ അവന് ദൈവം ആദം എന്ന പേരിട്ടു. പറുദീസായി ദൈവവും ആദവും മാത്രം. വളരെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ ആദം ദൈവത്തോടൊപ്പം കളിച്ചും ചിരിച്ചും ഭക്ഷിച്ചും സന്തോഷിച്ചും നടന്ന ദിനങ്ങൾ. എന്നാൽ ദൈവം അവനിൽ ഒരു പ്രത്യേകത കണ്ടെത്തി. അവനിൽ ഏകാന്തത കടന്നു വരും. അവൻ കിടന്നുറങ്ങുമ്പോൾ ഏകാന്തനായിട്ട് അവന് തോന്നുകയും ഈ ഏകാന്തത മാറ്റാൻ, ലോൺലിനെസ് മാറ്റാൻ ദൈവം അവൻ്റെ വാരിയിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഒന്ന് അടർത്തി മാറ്റി. അതുകൊണ്ട് ഒരു സ്ത്രീ രൂപമുണ്ടാക്കി. ആ സ്ത്രീ രൂപത്തിന് ദൈവം ഹവ്വ എന്ന പേര് കൊടുത്തു. പിന്നെ പറുദീസായി വെച്ച് ദൈവം ആദ്യത്തെ വിവാഹം ആശീർവദിച്ചു. അപ്പോൾ അതേ ദൈവം തന്നെയാണ് നിങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നത്. വചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. എന്നും എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവമാണ് ഞങ്ങളെ യോജിപ്പിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന പിതാവോ ഞങ്ങളോ ആരുമല്ല.
ഞങ്ങൾ പ്രതിനിധികളാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് നിൽക്കുകയും എന്നാൽ വിവാഹം ആശീർവദിക്കുന്നത് ദൈവം തന്നെയാണ്. ഈ ചിന്ത എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഒരു മനസ്സോടെ, ഒരാത്മാവോടെ, ഒരു ശരീരത്തോടെ എന്ന് മുന്നേറാൻ, സ്നേഹത്തിൽ വളരുവാൻ ദൈവം നിങ്ങളെ ഇന്നേ ദിവസം ഓർമ്മിപ്പിക്കുകയും പൗലോസ് ലേഖനത്തിൽ പറയുന്നു, സ്വന്തം ശരീരം എന്ന വണ്ണം സ്നേഹിക്കണം. ഇപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചെറുവിരൽ പോലും, ആ ചെറുവിരലിനെ നാം സ്നേഹിക്കുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവത്തെ പോലും നാം സ്നേഹിക്കുന്നു. അപ്പോൾ സ്വന്തം ശരീരം എന്ന വണ്ണം ഫെസ്റ്റിൻ അനുമോളിനെ സ്നേഹിക്കണം, അനുമോൾ ഫെസ്റ്റിനെ സ്നേഹിക്കണം. അനുമോളോട് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളൊരു കാര്യം, ഇന്ന് ഫെസ്റ്റിൻ്റെ കുടുംബത്തിൽ ഒരു കുടുംബാംഗമായി നീ കടന്നു വരിക. അതിഥിയായിട്ടാണ് കടന്നു വരുന്നത്, കുടുംബാംഗമായിട്ട്. ഇനി മുതൽ ചേട്ടൻ പുഷ്പച്ചേച്ചി അപ്പച്ചനും അമ്മച്ചിയുമായി മാറും. അതിഥിയായിട്ട് കടന്നു വരാനായിട്ട് പാടി. അതിഥി വരുന്നു, കടന്നു പോകും. കുടുംബാംഗത്തിനാണ് കുടുംബത്തിൽ സ്വാധീനം. പ്ലനുമോൾ ഇനി മുതൽ ഈ കുടുംബത്തിലെ അംഗമായി കടന്നു വരിക. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള കുടുംബമാണ് പൊളിച്ചേട്ടൻ്റെ പുഷ്പച്ചേച്ചിയുടെ ഒരു കുടുംബം. ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെയായിരിക്കുമ്പോൾ ഒറ്റ ദിവസവും മുടങ്ങാതെ പുഷ്പച്ചേച്ചി അത്ര ദൂരത്തിൽ നിന്ന് നടന്ന് വലിയ കുർബാനയ്ക്ക് വരുന്നത് കണ്ടെത്താൻ സാധിച്ചത്. പൊളിച്ചേട്ടനാണെങ്കിൽ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരും ഒരു ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് അനുമോൾ കടന്നു വരുന്നത്. ഐശ്വര്യപൂർണ്ണമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. ഇന്ന് ജീവിതം നമുക്ക് തുടങ്ങാൻ നിങ്ങൾ ആരംഭിക്കുന്നു. യേശുവിനെ പോലെ അനൗകയുടെ അറ്റത്തിൽ കൊണ്ടുപോകും. യേശു പ്രാർത്ഥനകളും ഇന്നേ ദിവസത്തിന്റെ നന്മകളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ മണവന്റെയായ സഭയ്ക്ക് വേണ്ടി ശ്രദ്ധ വിലപിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപരമായ ജീവിതം നയിക്കുവാൻ
നിങ്ങളുടെ മുന്നിലായി ഈ കൃപയുടെ അടയാളമായി പരസ്പരം പലതരം ചേർത്ത് പിടിക്കുക. പ്രാണത്തിന്റെയും വിശാഖിന്റെയും ആത്മാവിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും മുഴുവനും അനുഭവിക്കുന്ന ഈ കാലി വ്യാപകം ആശ്രയിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ കാലി അവേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ സ്വസ്ഥതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പ്രേക്ഷകരായി ജീവിക്കുവാനും ഇതിൽ മുഴുവനായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, ഈ നമ്പന്മാരുടെയും സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവ പരസ്പരം അറിയിക്കുന്ന ഈ മോചനങ്ങൾ ആസ്വദിക്കണമേ. എല്ലാവരുടെയും ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വരവസത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ മകളോടെ ആശ്രയിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ നിബന്ധനമായി അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ധരിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. ഇന്നു മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടെ കൂടി മനസ്സോടെ വിശ്വസുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സദസ്യമായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങളുടെ ആശീർവാദം സ്വീകരിക്കുന്നു. സദസ്യനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യക്കാലം പരിശാത്മാക്കളും അവിടെ നിന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ ദിശയായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണവുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സ്വസ്ഥതയും അവിടെ നിന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സേവിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തെ നയിക്കുന്നതിനും അവിടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ നിന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ പിതാവേ, അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ
അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുള്ളതാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ജനതാൽ പരിവേദം മനുഷ്യരുടെ ഭൗതിക ശരീരത്തിന്റെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും നമ്മെ പരിപോഷിപ്പിക്കട്ടെ. വിശ്വദാനസ്വരങ്ങളുടെ സമയമാണ്. സ്വസ്ഥമായിരിക്കുക. എല്ലാവരും കൂട്ടം കൂടി വരേണ്ട. ഓരോരുത്തരും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് വന്ന് വരണ ദിവസം സ്വീകരിച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന് വലത് നീട്ടണം. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണം. അപ്രാകൃതിയും സാറായും അനുഗ്രഹിച്ച ദൈവം അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഉന്നയിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ കർത്താവായ മിശിഹായി ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെ തിരുകുടുംബത്തിന്റെ നായകനായ മറിയൂസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവ്വസ്വരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥൻ എന്നേക്കും ഈശോയുടെ അവയവങ്ങളും വൈശാഖാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും
സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പള്ളികളിൽ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരിക്കൽ ഏൽപ്പിക്കുവാൻ ൊരനുഭൂതിയേകുന്ന സ്നേഹം, ഓ സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം, ആഴമറിയാത്തൊരലയാഴിപ്പോ കാന്തി പകരുന്ന പകലെന്നപ്പോ ഒരു നാളുമലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം, സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം, ആഴമറിയാത്തൊരലയാഴിപ്പോ കാന്തി പകരുന്ന പകലെന്നപ്പോ അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി
പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും വിസ്താരമാനും സ്തുതി. ഈശോയുടെ ക്രിസ്തീയ വാഴുവാനുണ്ടാകണം. ഭാഗ്യോദയമർദ്ദമറിയപ്പെടുത്തിയ ഈശോയുടെ വിശുദ്ധതയെ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങി അങ്ങേക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങൾ മനസ്സാകുന്നു. ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം സുഹൃത്തുക്കൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃത്തുക്കൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ വ്യക്തിക്കുന്നതാണ്. അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങളിൽ നിന്നും ദൂരത്തിൽ അകറ്റുന്നതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത വഴി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങയുടെ ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വാഴണമേ. ഈ സ്നേഹാഗ്നി കൂടെയുള്ള ദിവ്യകാരണ സ്വീകരണം വഴി അധികം ഉജ്ജ്വലിപ്പിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കും. ഓ ദിവ്യ ഹൃദയമേ, ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അങ്ങ് അലങ്കരിക്കുവാൻ മനസ്സാകണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുലചിന്തകളെയും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ക്ലേശങ്ങളിലേക്ക് ഗ്രഹിക്കണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ അനിഷ്ടത്തിന് വീഴാനിടയായാൽ ഓ ദിവ്യ ഹൃദയമേ, അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവരാണെന്ന് അയാളെ ഓർമ്മിപ്പിക്കണമേ. ജീവിതാന്ത്യത്തിൽ അന്ത്യവേർപാടിന്റെ മണനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളുടെ സംഘാതത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ കൽപ്പന സ്വമേധി അനുസരിച്ചോളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഈ കുടുംബങ്ങളെല്ലാവരും മോക്ഷത്തിൽ വന്നു ചേർന്ന് അങ്ങയുടെ മുക്തത്തെയും കാരുണ്യത്തെയും പാടിസ്തുതിക്കുന്ന ഒരു ദിവസം ആഗതമാകുന്ന പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. മറിയത്തിന്റെ വനോദ്യം മഹത്വമുള്ള പിതാവായ വിശ്വാസികളും ഈ പ്രതിഷ്ഠ ഞങ്ങൾക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ബോധത്തിൽ ആവിർഭവിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രാജ്യവും രക്ഷകരമായ ഈശോയുടെ ദിവഹൃദയത്തിന് എല്ലാ മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ വഴിപരിതാകണമേ. മറിയത്തിന്റെ ഹൃദയമേ, പിതാവേ, മറിയമേ, I never saw it coming, I couldn't read the signs. I don't know why I let you in this time, I must be blind. I guess I couldn't trust you, 'cause all you did was lie. Oh no, I have to keep you off my mind. 'Cause of you, I'm wired up, I don't want you, it's time for you to go. Saw it coming, I couldn't read the signs. I don't know why I let you in this time, I must be blind. I guess I couldn't trust you,
'cause all you did was lie. Oh no, I have to keep you off my mind. 'Cause of you, I'm wired up. I don't want you, it's time for you to go. Oh, you, I had it now. I don't want you, it's time for you to go.
മനുഷ്യരെ ഏകനായിരിക്കുന്നത് നന്നല്ല. ആ ഒരു ചേർന്നതിനിടയെ ഞാൻ നൽകും. Happy congratulations, Justin Jayapal ചേച്ചി. Excitement എന്താ പറയുന്നത് കിട്ടില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് അറിയാം. എങ്കിലും ഇന്നത്തെ ബിഗ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇവരെ ഒന്ന് ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കോഴിപ്പുറം കുടുംബത്തിലെ റാഫേൽ അച്ചാച്ചന്റെയും പുഷ്പാന്റെയും പുത്രനായ ഫെസ്റ്റിൻ റാഫേൽ, വധു അനു, വടക്കഞ്ചേരി കുടുംബത്തിലെ ആന്റണിയുടെയും ഭാര്യ മിനി ആന്റണിയുടെയും പുത്രി. അപ്പോ നമുക്ക് അറിയാം, മാരേജ് is a fusion of two families, union of two souls and harmony of two souls. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലീസിനെ ഇൻവൈറ്റ് ചെയ്യാം. ഫെസ്റ്റിന്റെ പാരന്റ്സ് ആയ മിസ്റ്റർ റാഫേലിനെയും മിസ്സിസ് റാഫേലിനെയും ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നല്ലൊരു കൈയ്യടിയോടെ ഈ ഫാമിലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി അനുചേച്ചിയുടെ ഫാമിലിയെ ക്ഷണിക്കാം. മിസ്റ്റർ ആന്റണി ആൻഡ് മിസ്സിസ് മിനി ആന്റണി ഓൺ ടു ദ സ്റ്റേജ്. പ്ലീസ് എല്ലാവരും കൈയ്യടിച്ച് ഒരു ഉഷാറ് പകർത്തട്ടെ, പകർത്തട്ടെ. അജിത് ആന്റണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയ്യടിക്കുക. നിന്റെ നക്ഷത്രങ്ങൾ എനിക്ക് വഴികാട്ടുന്നു. നിന്റെ വിജ്ഞാനികൾ എനിക്ക് പ്രകാശം നൽകുന്നു. ഈ യാത്ര നിന്നിലേക്കല്ല, നീ തന്നെയാണ് ഈ യാത്ര. നീ തന്നെയാണ് എന്റെ കൂടെ. അപ്പൊ എങ്ങനെയാ യാത്രയിലെ തുടക്കം നമുക്ക് തിരിതെളിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലേ? അപ്പോ Kerala was very strange for me, but all my memories about Kerala was starts with Justin Jayapal, ends with Justin Jayapal. So he is the kind of person who's always there for me. Whenever we used to come to the railway station or the airport, he was always there to pick us up. Even while going back, no matter how early or late the train was, he would always send me off. So growing, there is a drink called soda sherbet. So I used to love that. And in order to get a decent soda sherbet, we used to travel 4 kilometers. So he had a cycle back then. So I used to sit behind, and even if it was raining, even if it was very hot in the summer, he was always ready. He used to take me everywhere. Growing up, I was the naughty kid, he was the mature kid. So whenever I used to do something wrong, he used to take the blame. So the moral of the story, what I want to say is, Chetan is a very gentle but a very tough person. He will do anything for his loved
So I'm 100% positive he will treat you like a queen. So I want to wish you all the best and congratulations to the both of you. Thank you. Cheers. ഇതുപോലെ ഒരുപാട് ഓർമ്മകൾ. ഞാനും ചെറുപ്പത്തിൽ ഒരു 3ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. എൻ്റെ 2 ബ്രദേഴ്സിൻ്റെ ഒപ്പം എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ബ്രദർ തന്നെയാണ്. അപ്പോൾ I'm really happy for your marriage. Congratulations. Okay. Next ആശംസ പറയാനായിട്ട് അനുചിന്റെ ബ്രദർ അജിത്തിനെ ക്ഷണിക്കുന്നു. ഹലോ
Take a chance. Live your life for just one night. No looking back. 'Cause tonight will make you right. Can't this feeling get hot? Can't this feeling get hot?
for just one night, no looking back. 'Cause tonight will make it right. Can't this feeling get high? Can't this feeling get high?
മഷി തൊടും മിഴിയിൽ മനസ്സിലെ തളിരിലും തെളിയുമി പ്രിയമുഖം കുളിരിടും പ്രണയമായി എന്നിൽ ഗസലായി നീ നിൻ കനവുകളിൽ സാവരിയാ സാവരിയാ ഗസലായി നീ നിൻ കനവുകളിൽ കാത്തു കാത്തു നിന്നിരാക്കിനാവിൻ കൂട്ടിനുള്ളിൽ നീലമേഘത്തൂവലായി ഞാനും നോവുമേഴു ജന്മമായലഞ്ഞ മൗനരാഗമിന്റെ നെഞ്ചിലൂർന്ന സ്വപ്നമായി നീയും മിഴിയിൽ മൊഴിയിൽ പൊഴിയും മധുകണം മലരിൽ മധുരം തിരയുകയായി വിലോലമായി തേടുന്നിതാ നിശിധിനി യാമങ്ങൾ